നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കുവൈത്തിലെ മംഗഫിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ ദുരന്തം വഷളാക്കിയത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. 20ഓളം ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത്. തീർത്തും ഭയാനകമായിരുന്നു ആ കാഴ്ചകളെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തൊഴിലാളികളെല്ലാം ഗാഢമായ ഉറക്കത്തിലായിരുന്നു. ആ സമയത്താണ് തീപിടുത്തമുണ്ടായതെന്നും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു. തീ ആളിപ്പടർന്നതിന് പിന്നാലെ ആളുകൾ രക്ഷപ്പെടാനായി നടത്തിയ ശ്രമങ്ങൾക്കിടെ തിക്കും തിരക്കുമുണ്ടായി. ഇതോടെ പലരും രക്ഷപ്പെടാനായി കെട്ടിടത്തിന് പുറത്തേക്ക് ചാടുകയായിരുന്നു. നിരവധി പേർക്കാണ് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരിക്കുന്നത്. 5 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ 5ാം നിലയിൽ നിന്നാണ് എടുത്തുചാടിയത്. എന്നാൽ ബാൽക്കണിയിൽ ഇടിച്ച ദാരുണമായിട്ടാണ് മരിച്ചതെന്ന് ദൃക്സാക്ഷികളിൽ ഒരാൾ പറയുന്നു. ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ടാണ് കെട്ടിടമാകെ തീ ആളിപ്പടർന്നത്. ഉറങ്ങിയവരൊന്നും തീ പടർന്നത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവർ പുക കയറി ശ്വാസം മുട്ടിയാണ് എഴുന്നേറ്റത്. ചുറ്റും കറുത്ത പുകയായിരുന്നുവെന്നും ദൃക്സാക്ഷി പറഞ്ഞു. 4:30 മണിയോടെ അപകടമുണ്ടായെങ്കിലും 6 മണിയായപ്പോഴാണ് അധികൃതരും പോലീസുമെല്ലാം വിവരമറിയുന്നത്. ഇതിനിടയിൽ നിരവധി ജീവനുകളാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത്. കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യവുമില്ലായിരുന്നു. ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായിരുന്നു. പലരും കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോവുകയും പിന്നീട് പുകയെ തുടർന്ന് ശ്വാസം മുട്ടി മരിക്കുകയുമായിരുന്നു. താഴത്തെ നിലയിൽ തീ പടർന്നതോടെ മുകളിലുള്ള ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും അതോടെ കനത്ത പുകയുമെല്ലാമായാണ് മരണനിരക്ക് വർദ്ധിപ്പിച്ചത്. അതേസമയം അഗ്നിശമന സേനാ പ്രവർത്തകർ ഇക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇവരാണ് അപകടം നടന്ന ഉടൻ സംഭവസ്ഥലത്ത് എത്തിയത്. അതുകൊണ്ട് മാത്രമാണ് മരണസംഖ്യ കുറഞ്ഞതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇവർ അവസരോചിതമായി ഇടപെടുകയും കെട്ടിടത്തിനകത്ത് കുടുങ്ങിയവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പലരും കെട്ടിടത്തിന്റെ ടെറസിലേക്കാണ് ഓടിക്കയറിയത്. കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് പാസേജ് അടച്ചിരുന്നതും അപകടത്തോത് ഉയർത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇത് കുടുങ്ങിപ്പോയവരെ അടക്കം രക്ഷപ്പെടുത്തുന്നതിന് തടസ്സമായി. താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.